എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ സാബോയെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ വലിയ രീതിയിൽ പരിക്കൊക്കെ പറ്റി ആ കാട്ടിലൂടെ നടക്കുകയാണ്. സത്യത്തിൽ കോബ്രയെ സേവ് ചെയ്യാൻ കഴിയാഞ്ഞതിൽ അവൻ ഒരുപാട് കുറ്റബോധമുണ്ട്. എന്ത് വില കൊടുത്തും കോബ്ര അദ്ദേഹം എന്നോട് പറഞ്ഞ ആ ഒരു രഹസ്യം അത് വിവിയെയും ലൂഫിയെ എനിക്ക് അറിയിക്കണം. ഇതിനു മുൻപായിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന് മുറിവ് പറ്റിയ ഭാഗത്ത് അവൻ കൈ അങ്ങനെ ചേർത്ത് പിടിച്ച് പതിയെ പതിയെ മുൻപോട്ടേക്ക് നടക്കും. ആദ്യമായിട്ടാണ് സാബോ ഇത്രയും വലിയ രീതിയിൽ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് അവൻ നടന്നു നീങ്ങും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കുറച്ച് സോൾജിയേഴ്സ് അവരാണെങ്കിൽ സാബോയുടെ ആ ബ്ലഡ് വീണ അടയാളം അത് വെച്ച് അവനെ ഫോളോ ചെയ്ത് വരികയാണ്. പക്ഷെ അത് സാബോ ആണ്. അവനാണെങ്കിൽ നൈസായിട്ട് അവനെ ഡൈവേർട്ട് ചെയ്ത് ഒരു മരത്തിന്റെ പിന്നിൽ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവന്റെ തൊട്ടടുത്ത് കാട്ടിൽ വല്ലാത്തൊരു അനക്കം അതവൻ ശ്രദ്ധിക്കുകയാണ്. അവനാണെങ്കിൽ കൂടുതൽ വിജിലന്റ് ആവും. പക്ഷെ അതൊരു മുയലാണ്. അവൻ അതിനെ നോക്കി ചിരിക്കുമ്പോഴായിരിക്കും ആരോ ഒരാള് അവിടേക്ക് ചാടി വീഴുക. അടുത്ത നിമിഷം ബ്ലഡ് അങ്ങനെ ചീറ്റി തെറിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ മാങ്ഷനിൽ ഒരുപാട് പേര് കിങ് കോബ്ര അദ്ദേഹത്തെ അന്വേഷിച്ച് ആ മാങ്ഷൻ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. മീറ്റിംഗ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ കിങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്തു പറ്റി? ഓൾറെഡി അദ്ദേഹത്തിന് ഹെൽത്ത് വീക്കാണെന്ന് പറഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പാസ് ചെയ്ത് കിങ് കോബ്രയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം കാര്യക്ഷമമായിട്ട് നടത്തും. ചക്കയാണെങ്കിൽ ടെൻഷനായി ആ 5 എൽഡേഴ്സിന്റെ റൂമിന്റെ മുൻപിലേക്ക് വരും. എനിക്ക് എത്രയും പെട്ടെന്ന് അവരെ കാണണം. അവസാനമായിട്ട് ഞങ്ങളുടെ കിങ് അദ്ദേഹം അവരെ കാണാനാണ് പോയത്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവരെ കണ്ടേ പറ്റൂ. ഓൾറെഡി അദ്ദേഹത്തിന്റെ ഹെൽത്തിന് സുഖമില്ലാത്തതാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ അവനെ കടത്തി വിടില്ല. മറ്റൊരു ഭാഗത്ത് ഇക്കാരം ആളാണെങ്കിൽ വിവിയുടെ ഫോട്ടോ അവിടെയുള്ള എല്ലാവരെയും കാണിച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ ആരും തന്നെ അവളെ കണ്ടിട്ടില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാബോ അവനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന സോൾജിയറിന്റെ വേഷത്തിൽ നൈസായിട്ട് എല്ലാവരെയും പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ ആ ലിഫ്റ്റിലൂടെ താഴേക്ക് പോവാണ്. ഇവിടെ പോർട്ടിലാണെങ്കിൽ ആ വാപ്പോള് അവനാണെങ്കിൽ എല്ലാ സോൾജിയേഴ്സിന്റെ കയ്യിൽ നിന്ന് കഷ്ടിക്ക് രക്ഷപ്പെട്ട് കപ്പലിന്റെ അടുത്തേക്ക് പോകും. അവന്റെ വായിൽ വിവി അവൾ സേഫ് ആയിട്ടിരിക്കുകയാണ്. വിവി ആണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് റോയൽ ഫാമിലിയുടെ വലിയൊരു പാക്കേജ് കാണും. നമുക്ക് ആ ഒരു വലിയ ബോക്സിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വാക്പോളുമായി അവൾ ആ ബോക്സിൽ കയറുകയാണ്. അതേസമയം നമ്മുടെ സാബോ അവനും അതേ സ്ഥലത്ത് എത്തിച്ചേരും. അവനും ചുറ്റും നോക്കും. ഒരുപാട് പാഴ്സലുകൾ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിൽ കയറി ഒന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ അതിനെല്ലാം മാറി മാറി നോക്കും. വിവി ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, തീർച്ചയായിട്ടും ഈ സത്യങ്ങളെല്ലാം ഞാൻ ലോകം മുഴുവൻ അറിയിക്കും. അത് കേട്ട് അവൻ ടെൻഷനാവും. ഓ നോ, ദയവ് ചെയ്ത് നീ അതിനൊന്നും നിൽക്കാൻ പാടില്ല. നീ അത് പുറത്ത് പറഞ്ഞ തീർച്ചയായിട്ടും ആ 5 എൽഡേഴ്സ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്നെ ആയിരിക്കും എന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ എൻകറേജ് ചെയ്യാണ്. ഉടനെ അവൻ ഒരു സ്നെയില് കയ്യിലെടുത്ത് ആ ന്യൂസ് പേപ്പർ ബോയ് മോർഗൻ അവനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ മോർഗനോട് സംസാരിക്കും. മോർഗൻ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിനക്ക് എന്നോട് തുറന്നു പറയാം. അതിന് വാക്പോൾ പറയും, സ്നെയിലൂടെ എനിക്ക് ഈ കാര്യങ്ങൾ നിന്നെ അറിയിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്നെ ഇവരെല്ലാവരും ചേർന്ന് തല്ലിക്കൊല്ലും. സോ ആദ്യം നീ എന്നെ ഇവിടുന്ന് സേവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറയൂ. അതിനിപ്പോ മോർഗനും ഓക്കെ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ അവൻ സ്റ്റാർട്ട് ചെയ്യും. വാക്പോൾ ആണെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്ന കപ്പലിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ മോർഗന് പറഞ്ഞു കൊടുക്കും. അവനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. മോർഗന് ഭയങ്കര സന്തോഷം. വലിയൊരു അയലാൻഡിന്റെ കിങ് അവൻ ഇത്രയധികം ടെൻഷനായ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ അത് വളരെയധികം ഗൗരവമേറിയ ഒന്നാണ്. അതറിയാനായിട്ട് എനിക്ക് ആർജവം കൂടുകയാണെന്ന് പറഞ്ഞ് അവൻ ആ കപ്പലിലേക്ക് പോകാനുള്ള പ്ലാനുകൾ അത് തയ്യാറാക്കും. ഇവിടെ വിവി ആണെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയില് അത് ആരോട് ചോദിക്കും, പ്ലീസ് ഒരു തവണ ആ സ്നെയിൽ എനിക്ക് തായോ. എനിക്ക് പപ്പയെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ പറയണം. ഞാൻ സേഫ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവും. അത് കേട്ട് അവനാണെങ്കിൽ ടെൻസ്ഡ് ആവും. നീ ഇപ്പൊ പപ്പയെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എത്രയും വേഗം നീ സേഫായിട്ട് നിന്റെ ഐലാൻഡിലേക്ക് പോകണമെന്ന് പറയും. കട്ട് ചെയ്ത ജ്വല്ലറി പെണ്ണാണെങ്കിൽ ഒരു കപ്പലിൽ കയറി ഏതോ ഒരു ഐലാൻഡിലേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് സാബോ അവനാണെങ്കിൽ ആ ലുലൂസിയ ഐലാൻഡിലേക്ക് പോകുന്ന കപ്പലിൽ കയറി ആരും അറിയാതെ ആ കപ്പലിൽ അങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഓരോരോ ഐലാൻഡിലേക്ക് ഓരോരോ കപ്പലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കിങ് കോബ്ര ആള് കൊല്ലപ്പെട്ടതിനുപരിയായിട്ട് വിവിയെ അവളെ കാണാനില്ല എന്നുള്ള ന്യൂസ് ആയിരിക്കും അവിടെ മുഴുവൻ പടരുക. ഇവിടെ 5 എൽഡേഴ്സ് അവരാണെങ്കിൽ കാര്യമായിട്ട് ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്ങനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. കാരണം ആള് സീക്രട്ട് ആയിട്ട് ആ 100 ഇയർ വോയിഡിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത് എന്ന കാര്യം
കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ആ ഒരു അയലാൻഡിനെയും ഡോക്ടറിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ഉത്തരവിറക്കും. അതിനുശേഷം ആ 5 എൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സാബോ പോകുന്ന ആ ഒരു ലുലൂസി ഐലാൻഡ് അതും കറക്റ്റായിട്ട് കണ്ടെത്തി ആ ഒരു ഐലാൻഡ് തകർക്കാനും നിർദ്ദേശം കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ അക്കൈനോ ആണെങ്കിൽ വലിയൊരു യുദ്ധത്തിന് വേണ്ടി അവന്റെ നേവി സോൾജേഴ്സിനെയും സെർഫ്യൂംസിനെയും ഒക്കെ തന്നെ തയ്യാറാക്കുകയാണ്. അവരാണെങ്കിൽ വലിയ വലിയ കപ്പലുകളൊക്കെ തയ്യാറാക്കി ആയുധങ്ങളൊക്കെ കപ്പലിൽ ഫില്ല് ചെയ്ത് ഇപ്പൊ പുറപ്പെടാൻ തയ്യാറാവും. അതേസമയം മറ്റൊരു ഭാഗത്ത് നിന്ന് ആ ക്രൊക്കഡൈലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണ്. അവൻ നേവിക്കാരെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അവരെ എല്ലാവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയും. അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ അവനെ തടയാനും അവനെ കൊണ്ടുവരാനുമായിട്ട് വീണ്ടും സോൾജിയേഴ്സിനെ അയക്കും. ആക്ച്വലി 7 വാർലോഡ്സിന് പകരമായിട്ട് 7 സർഫ്യൂംസിനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ബാലൻസ് 3 എണ്ണം ഇപ്പോൾ അവിടെ ഉണ്ട്. സോ അവരെയാണ് ഈ വലിയ യുദ്ധം നയിക്കാനായിട്ട് പറഞ്ഞയക്കുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കൗവക്ക കിണ്ടത്തിൽ സാബു ആണെങ്കിൽ വീണ്ടും വീണ്ടും അവൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സാബു ആണെങ്കിൽ ഇപ്പോൾ ലുലൂസി ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കിങ്ങിനെയും ക്വീനിനെയും ജയിലിലടച്ച് സാബോയ്ക്ക് VIP സ്വീകരണം കൊടുത്ത് അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവർക്ക് എല്ലാവർക്കും റവല്യൂഷണറി ആർമിയെക്കുറിച്ചും സാബോയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നുള്ള ബോധ്യം അതവർക്കുണ്ട്. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ അവർ സാബോയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ലുലൂസി ഐലാൻഡിലുള്ള ഒരുപാട് പേര് ഇപ്പൊ സാബോയുടെ അടുത്തേക്ക് വരികയാണ്. അവരുടെ ഒരേ ഒരു ആഗ്രഹം അതെങ്ങനെയെങ്കിലും റവല്യൂഷണറി ആർമിയിൽ ചേരുക എന്നതാണ്. കാരണം ഓൾറെഡി റവല്യൂഷണറി ആർമിയുടെ ടീമാണ് അവരെ സേവ് ചെയ്യാനായിട്ടും അവർക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത് അവരെ സഹായിച്ചത്. അതേസമയം സാബോ അവനാണെങ്കിൽ ആർട്ടിക്കിളിൽ വന്ന ന്യൂസ് അത് കണ്ട് ഞെട്ടും. ലാസ്റ്റ് ടൈം സാബോ അവൻ ഡ്രാഗണെ നോക്കുന്ന, അവൻ കോബ്രയെ നോക്കി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അതാണ് ഇപ്പൊ എല്ലായിടത്തും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സാബോ ആണ് കോബ്രയെ ഇല്ലാതാക്കിയെന്നും ആയിരിക്കും ആ ഒരു ആർട്ടിക്കിളിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക. അത് കണ്ട് സാബോ അവൻ ഷോക്കാവും. അതിനുശേഷം സാബോ ആണെങ്കിൽ വീണ്ടും കപ്പലിലേക്ക് കയറി ലുലൂസി ഐലാൻഡിലേക്ക് അവൻ കോൾ കണക്ട് ചെയ്ത് അതിനുശേഷം റവല്യൂഷണറി ആർമിയിലേക്ക് ആ ഒരു കോള് പോയത്. അതുകൊണ്ട് തന്നെ നേവിക്കാര് അവൻ ലുലൂസി ഐലാൻഡിലാണ് ഒളിച്ചിരിക്കുന്നത് തെറ്റിദ്ധരിച്ച് ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ട് തകർത്തില്ലാതാക്കി. സത്യത്തിൽ ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്നില്ലാതാവുന്നത് സാബോ അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു. അവനെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപാട് പേര്, കുട്ടികള്, ജനങ്ങള്, സ്ത്രീകള് എല്ലാവരും ആ ഒരു പൊട്ടിത്തെറിയിൽ ഇല്ലാതായി. അതേസമയം തന്നെ കോളും ഡിസ്കണക്റ്റ് ആയി. ഡ്രാഗൺ ആണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അതിനവൻ പറയും കറുത്തൊരു വലിയ നിഴല് അത് ആ ഐലാൻഡിനെ മുഴുവനായിട്ടും കവർ ചെയ്തു. അതിനുശേഷം വലിയ ചില പവറുകൾ വന്ന് ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കി. 10 സെക്കൻഡ്, വെറും 10 സെക്കൻഡ് കൊണ്ട് ആ ഒരു ഐലാൻഡ് ഇല്ലാതായി. ഇവാക്കോ ആണെങ്കിൽ ആ ഈമോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സാബോയോട് ചോദിക്കുകയാണ്. പക്ഷെ സാബോയ്ക്കാണെങ്കിൽ ഈമോയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ഇവാക്കോയ്ക്ക് അതിനെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അവനാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു ബുക്ക് അതിപ്പോൾ സാബോയ്ക്കും ഡ്രാഗണും കാണിച്ചു കൊടുക്കും. ഒരാളെ ഇമ്മോർട്ടലാക്കി മാറ്റാൻ അത് ഇദ്ദേഹത്തെ കൊണ്ട് മാത്രമേ കഴിയൂ. അത് ഈ ബുക്കിൽ കറക്റ്റായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണമേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ കാര്യങ്ങൾ പറയും. സാബോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവും. അവിടെ വെച്ച് കണ്ട ഈമോ അവൻ തന്നെയാണ് ഈ കിങ്. വർഷങ്ങളായിട്ട് ആ 5 എൽഡേഴ്സ് അവരും അവരുടെ അണ്ടറിലുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസും നേവിക്കാരും എല്ലാം തന്നെ അവന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവാക്കോ ആണെങ്കിൽ തീർത്തു പറയും ആ ഒരു ലുലൂസി ഐലാൻഡ് അത് തകർത്തത് ഇവാക്കോയുടെ എക്സ്പെരിമെന്റ് അത് ഉപയോഗിച്ച് തന്നെയാണ്. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഡ്രാഗൺ ആണെങ്കിൽ തീർത്തു പറയും ഒരു കാരണവശാലും മറ്റുള്ളവരെ കൊല്ലാനായിട്ട് വേഗ് ഓഫ് പങ്ക് ഒരിക്കലും അവന്റെ റിസർച്ച് ഉപയോഗിക്കില്ല. അത് കേൾക്കുമ്പോൾ അവർക്ക് മറ്റൊരു സംശയം, ഒരുപക്ഷെ അവർ ഉപയോഗിച്ചത് ആൻഷ്യൻ വെപ്പൻ ആണോ. കട്ട് ചെയ്ത ആ ഹോളി ലാൻഡ് മറി ജോയ്സ് കാണിക്കും. ഒരു സെലസ്റ്റിയൽ ഡ്രാഗണെ പിടിച്ചു വലിച്ച് ബാക്കിയുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാവരും ചേർന്ന് തല്ലി തല്ലി കൊല്ലുകയാണ്. ഒരു കണ്ണാടിക്കാരൻ കമാൻഡർ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക. ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ വാല്യൂ മുഴുവൻ ഇല്ലാതാക്കിയത് അത് ഇവൻ ഒറ്റ ഒരുത്തനാണ്. അവർ തല്ലിക്കൊന്നത് മറ്റാരെയല്ല, ഷിറഗോഷിയെ സപ്പോർട്ട് ചെയ്ത ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗണെ. അവനാണെങ്കിൽ ചോര തുളുമ്പി അനക്കമില്ലാതെ കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.